തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കാൻ ഹൈക്കമാൻഡിൽ സമ്മർദ്ദവുമായി കെ സുധാകരൻ രംഗത്ത് വരികയാണ്. മത്സരിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ശിവഗിരി മഠം നൽകിയ പട്ടികയിൽ സുധാകരന്റെ പേരും ഉൾപ്പെട്ടിരുന്നു. കെ സുധാകരന്റെ ആവശ്യത്തോട് ഹൈക്കമാൻഡ് അനുകൂല നിലപാടെടുത്തിട്ടില്ല. രണ്ടാം പട്ടികയിൽ ഇടം നേടാനായി സമ്മർദ്ദവുമായി എൽദോസ് കുന്നപ്പിള്ളിൽ ഡൽഹിയിലെത്തിയിട്ടുണ്ട്. കെ സുധാകരന് സീറ്റ് നൽകില്ലെന്ന കാര്യം ഉറപ്പായതോടെ കണ്ണൂരിൽ അണികൾ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചു. വിവരങ്ങൾക്കായി ഡീസ് ധനസുമോദും ഒപ്പം തന്നെ ബിജീഷ് ഗോവിന്ദനുമുണ്ട്. അവരിലേക്ക് പോകാം. ആദ്യം ബിജീഷ് ഗോവിന്ദനിലേക്കാണ്. ബിജീഷ്, വലിയ സമ്മർദ്ദം തുടരുകയാണ് കെ സുധാകരൻ എന്ന് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അതിന് വഴങ്ങുന്ന ഒരു സാധ്യത ഇല്ല എന്ന് ഹൈക്കമാൻഡ് നേരത്തെ തന്നെ അറിയിക്കുമ്പോൾ ഇനി കെ സുധാകരൻ ഇതിൽ എന്ത് നിലപാടെടുക്കുമെന്നുള്ളതാണ് ഇന്നിപ്പോൾ മാധ്യമങ്ങളെ അടക്കം കാണുമ്പോൾ അദ്ദേഹം എന്ന് പറയുന്നു എന്നുള്ളത് തന്നെയാണ് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കെ സുധാകരന് വേണ്ടി വലിയ പ്രതിഷേധങ്ങൾ കൂടി കണ്ണൂരിൽ ഉണ്ടാകുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി വരികയാണ്. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കെ സുധാകരൻ ഇനി എടുക്കാൻ പോകുന്ന സമ്മർദ്ദ തന്ത്രങ്ങൾ? ജിൽസി, സുധാകരൻ തന്റെ സമ്മർദ്ദ തന്ത്രം പയറ്റിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചയായി അദ്ദേഹം വലിയ തരത്തിലുള്ള സമ്മർദ്ദം പ്രയോഗിക്കുന്നുണ്ട്. പക്ഷേ ആ സമ്മർദ്ദത്തിന് വഴങ്ങുന്ന ഒരു നീക്കത്തിലേക്ക് നേതൃത്വം ഇതുവരെ കടന്നിട്ടില്ല. അതിന് പ്രധാന കാരണം സുധാകരന് കണ്ണൂരിൽ പഴയതുപോലെ നേതൃത്വത്തിന്റെ അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള നേതാക്കന്മാരുടെയോ പിന്തുണയില്ല എന്നുള്ള തിരിച്ചറിവാണ്. അണികൾക്കിടയിൽ കുറച്ചുപേർ അദ്ദേഹത്തിന് വേണ്ടി തെരുവിലിറങ്ങുന്നു. ഇന്നലെ രാത്രി വൈകിട്ടാണ് കണ്ണൂർ DCC ഓഫീസ് പരിസരത്ത് ഇത്തരത്തിലുള്ളൊരു പന്തം കൊളുത്തി പ്രകടനം നടന്നത്. അത് സുധാകരന്റെ അടുത്ത അനുയായികളും ബന്ധുക്കളും അടങ്ങിയ ഒരു സംഘമാണ്. 10-20ഓളം വരുന്ന പ്രവർത്തകരായിരുന്നു പന്തം കൊളുത്തി പ്രകടനം നടത്തിയത്. കെ സുധാകരന് സീറ്റ് വേണമെന്നുള്ള ആവശ്യം തന്നെയാണ് അവർ ഉന്നയിച്ചത്. ഒപ്പം തന്നെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് കെ സുധാകരന്റെ സീറ്റ് നൽകുന്നതിൽ അദ്ദേഹത്തിന് വലിയ തരത്തിലുള്ള എതിർപ്പ് സണ്ണി ജോസഫിനുണ്ട് എന്നുള്ളൊരു വിലയിരുത്തൽ പൊതുവെ അണികൾക്കിടയിലുണ്ട്. അതുകൊണ്ട് തന്നെ സണ്ണി ജോസഫിനെതിരെയും പ്രതികരണം ശക്തമാണ്. പേരാവൂരിലടക്കം സുധാകരന് വേണ്ടി ഫ്ലക്സ് ബോർഡുകൾ ഉയരുന്നുണ്ട്. സുധാകരന് സീറ്റില്ലെങ്കിൽ സണ്ണി ജോസഫിന് വോട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഈ ഫ്ലക്സ് ബോർഡുകളിലൊക്കെയുള്ള പ്രധാന കാര്യം. വെള്ളം നനച്ച് വളർത്തിയ ഒരാളെ ആ വെള്ളം നനച്ച് വളർത്തിയ ആളെ വെട്ടുന്ന ശൈലി ശരിയല്ല എന്നും ഈ ഫ്ലക്സ് ബോർഡുകളിലുണ്ട്. ഒപ്പം തന്നെ സണ്ണി ജോസഫിനെതിരെ പേരാവൂർ മണ്ഡലത്തിൽ വ്യാപകമായി വാട്സപ്പ് ഗ്രൂപ്പുകളിൽ സണ്ണിക്ക് വോട്ട് ചെയ്യരുത്, പ്രവർത്തനത്തിന് ഇറങ്ങരുത് എന്നുള്ള ആഹ്വാനവും പ്രവർത്തകർ നടത്തുന്നുണ്ട്. ഇതൊക്കെ ഒരു തരത്തിൽ കോൺഗ്രസ് നേതൃത്വത്തെ വലിയ സമ്മർദ്ദത്തിലാക്കാനും സണ്ണി ജോസഫിനെ ഉൾപ്പെടെ മനംമാറ്റത്തിന് പ്രേരിപ്പിക്കാനുള്ള നീക്കമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ നേതാക്കന്മാരുടെ ഒരു പരസ്യ പിന്തുണ ഇതിനൊന്നുമില്ല. ഒരു സ്ഥലത്തും നേതാക്കന്മാർ സുധാകരന് വേണ്ടി വാക്കെടുത്ത് പറയുന്നില്ല. നേർക്ക് നേരെ നിന്ന് സുധാകരന് സീറ്റ് കൊടുക്കണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നില്ല. സുധാകരൻ മത്സരിക്കണമെന്നുള്ള ആഗ്രഹം ജനങ്ങൾക്കുണ്ട് എന്ന് മാത്രമാണ് കൂടെ നിൽക്കുന്ന രമേശ് ചെന്നിത്തല പോലും പറയുന്നത്. ഈ ഘട്ടത്തിൽ ഇതിനകത്ത് തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞൊഴിയുന്നു. ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ സുധാകരന് നിലവിൽ സീറ്റ് കിട്ടാനുള്ള സാധ്യത വളരെ വിരളമാണ്. സാധാരണക്കാരായ പ്രവർത്തകർക്കിടയിൽ സുധാകരൻ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDFന്റെ അനുകൂല സാഹചര്യത്തെ തുരങ്കം വെക്കുന്നു എന്നുള്ളതാണ് അഭിപ്രായമുള്ളത്. നേരത്തെ ഒന്നും കണ്ടിട്ടില്ലാത്ത തരത്തിൽ സുധാകരനെതിരെ കണ്ണൂരിൽ അണികൾക്കിടയിലും പ്രവർത്തകർക്കിടയിലും കടുത്ത എതിർപ്പുണ്ട്. കാരണം സുധാകരൻ ഒരു വിലങ്ങുതടിയായി നിൽക്കുകയാണ് എന്നുള്ള വിലയിരുത്തലാണ് അവർക്കിടയിലുള്ളത്. അതുകൊണ്ട് തന്നെ സുധാകരൻ ഏത് തരത്തിലുള്ളൊരു തീരുമാനമെടുക്കും, പാർട്ടിയെ അല്ലെങ്കിൽ നേതൃത്വത്തെ ധിക്കരിച്ചുകൊണ്ട് കടുത്തൊരു തീരുമാനത്തിലേക്ക് പോകും. തീർച്ചയായിട്ടും ബിജീഷ്, ഇന്നിപ്പോൾ കെ സുധാകരൻ എന്ത് തീരുമാനമെടുക്കും, മാധ്യമങ്ങളോട് എന്ത് പറയും എന്നുള്ളതൊക്കെ ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം.